ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു മറുപടിയോ അല്ല തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PDP LDFനെ പിന്തുണയ്ക്കുന്നതിൽ അപാകതയില്ല അല്ലേ എന്ന തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ PDPയെ കുറിച്ചൊന്നും അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ആരെങ്കിലും തുല്യമായി സംസാരിക്കുന്നുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു അന്തർദേശീയ സ്വഭാവമുള്ള സംഘടന, ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന. നേരത്തെ പറഞ്ഞ പോലെ നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ രൂപങ്ങളിലൂടെ ഇസ്ലാമിക നിലപാടിലേക്ക് എത്തിക്കണം എന്ന് ശ്രമിക്കുന്ന ബ്രദർഹുഡിനെ വരെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നൊരു സംഘടന. അങ്ങനെ ഒരു സംഘടനയുമായിട്ട് ഇവർ എല്ലാ വർഷവും കുറേ തെരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കാറുണ്ട്. ഒരു കാലത്ത് അവർ വളരെ തെറ്റായ നിലപാടുകളിലായിരുന്നു. അവരെല്ലാം അന്ന് തന്നെ ശക്തമായി എതിർക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു റെലവൻ്റായ വിഷയമേ അല്ല. ഇത് ബോധപൂർവം ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നത് തങ്ങൾ ചെയ്യുന്ന ഈ വലിയ പാതകം കേരളത്തെ ഒരു മതഭീകര രാഷ്ട്രവാദികൾക്കൊപ്പം UDFനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പാതകം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന വളരെ ദുർബലമായൊരു നീക്കം മാത്രമാണ്. ഇപ്പം അതിൻ്റെ DNA ഒന്നും ഇപ്പോൾ ആരും തിരയാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഘട്ടത്തിൽ.